ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു വെയിറ്റ് ലോസ് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഞാൻ ഒരു യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് യെല്ലോ കളറിൽ പൊടി മിക്സ് ചെയ്തിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതും അതിന്റെ കൂടെ തന്നെ ഒരു വെയിറ്റ് ലോസ് പ്ലാനറും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാജിങ് ഓയിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് ഏകദേശം ഇപ്പൊ ഒരു 1 month ആയിട്ട് യൂസ് ചെയ്തിട്ട് ആണ് ഞാൻ ഈ ഒരു റിവ്യൂ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പോഴാണ് അവരെനിക്ക് ആ ഒരു സംഭവം അയച്ചു തന്നത് കേട്ടോ. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്നെ പോലെ തന്നെ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ലോസിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഓർഗാനിക് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് കുറെ പേർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതോടുകൂടിയിട്ടാണ് കേട്ടോ ഞാൻ വേഗം വന്നിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം കുറെ പേര് വെയിറ്റ് ലോസിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വീഡിയോസിൽ നമുക്ക് കമന്റ്സിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലായി. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് ആക്ച്വലി അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു 3 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതാണ് വെയിറ്റ് ലോസ് ഹെർബൽ പൗഡർ. ഇത് നമ്മൾ രാത്രിയും അതുപോലെ തന്നെ രാവിലെ ആണ് കുടിക്കേണ്ടത്. അത് വെറും വയറ്റിൽ നമ്മൾ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ വെറും വയറ്റിൽ കൺസ്യൂം ചെയ്യണം. അതുപോലെ തന്നെ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമാണത്, അതായത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് കുടിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം. പിന്നെ ഉള്ള നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു വെയിറ്റ് ലോസ് പ്ലാനർ ആണ്. ആക്ച്വലി ഇത് കുറെ എന്താ പറയുക മില്ലറ്റ് അങ്ങനെ മൾട്ടി ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബദാം അങ്ങനെ സംഭവം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ നമുക്ക് ഡിന്നറിന് പകരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ വന്നിട്ടുള്ളത് ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ഓയിൽ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ ആക്ച്വലി ഇതിന്റെ ഉള്ളിൽ കുറെ വേരും കുറെ വിത്തുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഓക്കെ, ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ രാത്രി മാത്രം അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ബെല്ലി ബട്ടണിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ടല്ലോ, ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക, അങ്ങനെ ഒരു 10 വട്ടം ചെയ്യാം നമ്മൾ ഈ ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് രാവിലെ വാഷ് ചെയ്ത് കളയാം. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിൽ. അപ്പൊ അതിൽ എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അതാണ് ഈ ഒരു ഓയിലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാനറിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാനറും അതുപോലെ തന്നെ ഹെർബൽ പൗഡറും ആണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ വെയിറ്റ് ലോസിന് പ്രിപ്പയർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാനറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് വൈറ്റ് കളർ, ഈ ഒരു വൈറ്റ് കളർ പൊടിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്ലാനറിന് ഉദ്ദേശിക്കുന്നത് അവര് വെയിറ്റ് ലോസ് ഹെർബൽ പൗഡറും ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് പ്ലാനറും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടിയാണ് അവർ വെയിറ്റ് ലോസ് പ്ലാനർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ജിഞ്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഗാർലിക്, ബ്ലാക്ക് പെപ്പർ, ടർമറിക്, സിനമൺ, പിന്നെ മസ്റ്റാർഡ് സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, നമ്മൾ വെയിറ്റ് ലോസിന് നമ്മൾ യൂസ് ചെയ്യുന്ന പൊതുവായിട്ട് നമ്മൾ വെയിറ്റ് ലോസിന് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ അവർ ചേർത്തിട്ടുണ്ട്. പംകിൻ സീഡ്സ്, രാജ്മ, അതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു പ്ലാനറിലത്തെ കാര്യമാണ് അവർ പറയുന്നത്. ഇത്രയും ഡ്രൈ വെജിറ്റബിൾ പൗഡേഴ്സ് എല്ലാം ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു എന്താ പറയാ വെയിറ്റ് ലോസ് പ്ലാനർ. അപ്പോൾ മറ്റേതിലെന്ന് പറയുകയാണെങ്കിൽ ടർമറിക് പൗഡർ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജിഞ്ചർ, ബ്ലാക്ക് പെപ്പർ, അതെല്ലാം ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു വെയിറ്റ് ലോസ് ഹെർബൽ പൗഡർ കേട്ടോ. അതായത് യെല്ലോ കളർ പൗഡർ, ഇത് വൈറ്റ് കളറാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ 2 സംഭവങ്ങളും, അതായത് വെയിറ്റ് ലോസ് പ്ലാനറും വെയിറ്റ് ലോസ് ഹെർബൽ പൗഡറും ഞാൻ 1 month ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് നല്ലൊരു ഡിഫറൻസ്, അതായത് ഏകദേശം ഒരു 3 kg നമുക്ക് ഡിഫറൻസ്, അതായത് വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സംഭവമായിട്ടാണ് തോന്നിയത് കേട്ടോ ഈ ഒരു ഹെർബൽ. അതായത് ഇവരുടെ പേര് ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാം ID ഞാൻ പറയാം. മയൂരി റിറ്റ്സി എന്നാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം ID. അപ്പൊ അവരുടെ ഞാൻ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കാം. അപ്പൊ ഡീറ്റെയിൽസ് വാട്സപ്പ് നമ്പറും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ക്യൂർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഒരു മടിയും വേണ്ട അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. ഒരു ലേഡിയാണ്. അപ്പോൾ അവരുടെ അമ്മ ചെയ്തത് തൊട്ട്, അതായത് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് പറഞ്ഞതുപോലെ നമ്മൾ പാല് കൊടുക്കുന്നതായതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അതായത് പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ചില അരിഷ്ടങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ചില ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പൗഡർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നിച്ചോട്ടന് ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു എന്താ പറയുക ഓർഗാനിക് ആയിട്ടുള്ള പൊടിയാണ്. നമുക്ക് വെയിറ്റ് ലോസിന് നമ്മൾ വേറെ എന്താ പറയുക കുറേ കെമിക്കലി ഇതായിട്ടുള്ള വേറെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് നാച്ചുറലായിട്ട് പതുക്കെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ് ആ ഒരു പ്ലാനർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. പ്രോട്ടീൻ നമ്മുടെ വെയിറ്റ് ലോസിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനർ എന്ന് പറയുന്നത് ഫുൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇനി ഞാൻ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെയിറ്റ് ലോസ് ഹെർബൽ പൗഡർ ആണ്. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കിയതിന് ശേഷം, അതായത് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂട്, അത് ചൂടാക്കിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഈ ഒരു പൗഡർ, ഇതിപ്പോ ഞാൻ ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ അതായത് ഇങ്ങനെ വടിച്ചെടുക്കല്ല, കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് 1 ടീസ്പൂണാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് നമ്മൾ ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഇങ്ങനെ കുറച്ച് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കിയാലാണ് ആ വെള്ളമായിട്ട് മിക്സ് ആവുള്ളൂ കേട്ടോ. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറു ചൂടുള്ള വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പൊ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ഹെർബൽ പൗഡർ വെച്ചിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പൊ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകിന്റെയും ഇഞ്ചി അതിൻ്റെയൊക്കെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉലുവ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കയപ്പ് നമുക്ക് തോന്നും നമ്മൾ ഇറക്കുന്ന സമയത്ത് കേട്ടോ. അല്ലാതെ ഒറ്റയടിക്ക് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒറ്റയടിക്ക് കുടിക്കരുത്, ഇങ്ങനെ സിപ്പായിട്ട് വേണം കുടിക്കാനായിട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് റെഡിയാക്കാൻ പോകുന്നത് വെയിറ്റ് ലോസ് പ്ലാനർ വെച്ചിട്ടുള്ള ഒരു കുറുക്കാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന റാഗി അത് അങ്ങനത്തെ ഒരു ടെക്സ്ചറിലാണ് വരിക കേട്ടോ. അപ്പൊ അതിനായിട്ട് 2 ഗ്ലാസ് കൃത്യം 2 ഗ്ലാസ് വെള്ളം എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വെയിറ്റ് ലോസ് പ്ലാനർ കേട്ടോ. ഇതിന്റെ മണം നമ്മുടെ എന്താ പറയാ ഏലക്കായുടെ മണവും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ല ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ നവധാന്യങ്ങൾ വെച്ചിട്ടുള്ള കുറുക്കൊക്കെ കൊടുക്കില്ലേ, അപ്പൊ അത് നമുക്ക് പാക്കറ്റിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ചെറിയ മണമാണ്. അപ്പൊ ആ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാനർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റവ് കത്തിക്കരുത്. സ്റ്റവ് കത്തിക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, കട്ടകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. ഷുഗറോ അല്ലെങ്കിൽ പാലോ ഒന്നും നമ്മൾ ഇതിൽ കൂടെ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്റ്റവ് കത്തിക്കുക. നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ വേറെ ഫുഡൊന്നും കഴിക്കരുത്.
പിന്നെ ഇത് കഴിച്ചിട്ട് വിശക്കാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ കഴിക്കാം, അല്ലാതെ വേറെ മീലായിട്ടൊന്നും നമ്മൾ എടുക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ പ്ലാനർ ഇതാ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്, നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചേക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനറിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയാവും. കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ചെറിയ ചൂടോട് കൂടി അതുപോലെ ഇങ്ങനെ ഊതി ഊതി കഴിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് കുറച്ചും കൂടിയും ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. അപ്പം ഞാൻ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഉപ്പ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ ഓരോ സ്പൂണായിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിത് കഴിക്കാം. അപ്പൊ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് ഹെർബൽ പൗഡറും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് പ്ലാനറും എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല, ക്ലിയർ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.